പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ആർക്കായിരിക്കും? ഒന്ന്, വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ ചതി തിരിച്ചറിഞ്ഞു സുകുമാരൻ നായർ എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ ചതി തിരിച്ചറിഞ്ഞിട്ട് അത് സമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാൻ അദ്ദേഹം ആർജവം കാണിച്ചു. കോൺഗ്രസ് കാണിച്ചോ, BJP കാണിച്ചോ? ഈ ഐക്യം വരുന്ന സമയത്ത് എല്ലാവരും വളരെ മനോഹരമായിട്ട് ഉരുണ്ട് കളിക്കുകയല്ലേ ചെയ്യുന്നത്. ഐക്യം വന്നോട്ടെ, ഐക്യം വരുന്നതിന് ഇപ്പോൾ എന്ത് ഐക്യമാണ് കൊണ്ടുവരാൻ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചത്? നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ളതായിരുന്നില്ലേ? യഥാർത്ഥത്തിൽ അത് ഐക്യകാഹളമായിരുന്നില്ല, അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമായ മുസ്ലിം വിരുദ്ധ കാഹളമായിരുന്നു അത്. കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള പ്രസ്താവന വർഗീയമായ പ്രസ്താവനയാണെന്നും അതിലൊരു മുസ്ലിം വിരുദ്ധതയുണ്ടെന്നും ആ മുസ്ലിം വിരുദ്ധ ഐക്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നതെന്നും ഈ ഇടതുപക്ഷത്തെ നേതാക്കളും പറഞ്ഞില്ല, കോൺഗ്രസ് നേതാക്കളും പറഞ്ഞില്ല. വസ്തുതയല്ലേ നമ്മുടെ മുന്നിലുള്ളത്? എല്ലാവരും പറഞ്ഞെന്താ? ഉരുണ്ട് കളിക്കുകയാണ്. കാര്യം എന്താ? ഈഴവ വോട്ടാണ്. ഒരു നേതാവ് പറഞ്ഞെന്താ? ഐക്യമല്ലേ, സമുദായ ഐക്യം. എന്ത് സമുദായ ഐക്യത്തെക്കുറിച്ചാണ് പറയുന്നത്? നായരും ഈഴവരും നായാടിയും അടക്കം ക്രിസ്ത്യാനികളെ ചേർത്ത് പിടിച്ച് ആർക്കെതിരെ നീങ്ങണം എന്നുള്ളതാണ്. ഐക്യം എന്നുള്ളത് സമുദായത്തിൻ്റെ ഐക്യമല്ല, മറ്റൊരു മതസമുദായത്തെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാഹളമായിരുന്നു എന്നുള്ളത് രാഷ്ട്രീയ നേതാക്കൾ തിരിച്ചറിയണമായിരുന്നു. അത് തിരിച്ചറിയാതെ ഒരു സമുദായ നേതാവ് അത് തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്തുമ്പോൾ മറ്റു രാഷ്ട്രീയ നേതാക്കൾക്കില്ലാത്ത ഒരു ധൈര്യം കൂടി സുകുമാരൻ നായർക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സുകുമാരൻ നായർ ഇന്നെടുത്ത തീരുമാനം വർത്തമാനകാല കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിൻ്റെ സാമൂഹിക ശരീരത്തിൽ വലിയ മുറിപ്പാടുണ്ടാക്കാൻ പോകുമായിരുന്ന, ആഘാതമുണ്ടാക്കാൻ പോകുമായിരുന്ന തീരുമാനത്തെ തിരുത്തുകയാണ് ചെയ്തത്. അതും വെള്ളാപ്പള്ളി നടേശന്റെ ക്ലിയർ ആയിട്ടുള്ള രാഷ്ട്രീയ ചതിയാണ്.